ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുപോലെ അൽഹംദുലില്ലാഹി തന്നെ റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മനുഷ്യനുമായി അഷ്റഫിൽ മുർസലീൻ എല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇടപാടുകളിൽ അമ്മാ നിന്നും നമ്മൾ ബഅദ്. സൂക്ഷിക്കും കൂടെ വേണം. ഇന്ന് നമ്മൾ ഇപ്പോൾ അദ്കിയുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞു, നമ്മൾ കുറ്റം പറഞ്ഞ ആൾ വസിയത്തിന്റെ മരിച്ചു, ഒന്നാമത്തെ ഇനിയിപ്പോൾ എന്താ ഭാഗമാണ് കാട്ടൊന്നും ചർച്ച കാട്ടാനൊന്നുമില്ല, ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടി നല്ലോണം സ്വതക്ക ചെയ്യുക, കഴിഞ്ഞ അയാൾക്ക് ക്ലാസ്സിൽ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പറഞ്ഞിരുന്നത് പാപമോചനത്തെ തേടുക. ഇതാണ് നമുക്ക് ചെയ്യാൻ മസ്ലക്കുത്തൊരീഖൽ പറ്റുള്ളൂ. ഔലിയ, ചില ആളുകളൊക്കെ ഔലിയാക്കളുടെ വഴിയിലേക്ക്, ഉമ്മമാരായിട്ടും സ്വാലിഹീങ്ങളുടെ പെങ്ങന്മാരായിട്ടും ഒക്കെ വഴിയിലേക്ക് തെറ്റിനിൽക്കും. പ്രവേശിക്കാൻ ഇത്തരക്കാരോടൊന്നും നമുക്ക് വർത്താനം ആഗ്രഹിക്കുന്ന തന്നെയില്ല. ആളുകൾ അവർ എത്രയായാലും ഒന്ന് താന്നു ത്വരീഖത്തിന് കൊടുക്കുക. അധിഷ്ഠിതമായി രണ്ടും ആളുകളും ജീവിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആ, ഉണ്ടാക്കിയാൽ അത് ശേഷം കച്ചറയായിട്ട് അവസാനം നിലനിൽക്കുള്ളൂ. ഹഖീഖത്തിൽ എത്തിച്ചേരുകയുമാണ് ഒരാളൊന്ന് വേണ്ടത്. താഴ്ന്നു കൊടുത്താൽ ഒന്നും സംഭവിക്കൂല, ശരീഅത്തനുസരിച്ച് മാനനഞ്ഞു ജീവിച്ച് പോവില്ല. ത്വരീഖത്തിലെത്തി ത്വരീഖത്തിൽ നിന്നും നമ്മൾ ഹഖീഖത്താവുന്ന കുറച്ച് പൂർണ്ണമായ താവൊന്നുമില്ല, ഒരു നമ്മൾ മനുഷ്യന്റെ ഒരാൾക്ക് ലക്ഷ്യത്തിലേക്ക് താഴ്ന്നു എത്തുക കൊടുത്താൽ എന്നതാണ് അതിൻ്റെ വഴി അത് നമ്മളെ എന്ന് പൊക്കിയുള്ളൂ. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വിശദമായി ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു. അങ്ങനെ താഴ്ന്നവനാവും, പക്ഷേ എത്തണമെങ്കിൽ അള്ളാഹ് ഏതൊക്കെ കാര്യങ്ങളാണ് ആരെങ്കിലും വിനയം സൂക്ഷിക്കേണ്ടത് കാണിച്ചാൽ അള്ളാഹു അവരെ എന്നാണ് ഉയർത്തും ഇനി എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ഘട്ടം ഘട്ടമായി അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് വലിഹാദിഹിൽ തൗബ, അർക്കാനി ഫർഅ തൗബയാണ്. മിൻഹ വകമ്മില. തൗബ. ഈ റുക്കിനുകൾ തൗബ എന്ന് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, ഖേദിച്ചു വക്കമ്മില മടങ്ങലാണ്, നിങ്ങളത് ചെയ്ത പൂർത്തിയാക്കുകയും പാപങ്ങളെ, വേണം. ചെയ്ത തെറ്റുകളെ അപ്പോൾ ഓർത്ത് 4 കാര്യങ്ങളാണ് തൗബക്ക് സൃഷ്ടാവ് ഉള്ളത്. നമുക്ക് ആ നൽകിയ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അനുഗ്രഹങ്ങളെയൊക്കെ നമ്മൾ ഇതാണ് മറന്നുകൊണ്ട്, തൗബ ചെയ്യേണ്ട ഒരർത്ഥത്തിൽ രീതിയും നമ്മൾ ധിക്കരിച്ചുകൊണ്ട് രൂപവും അള്ളാഹു ഇൻഷാ അല്ലാഹ്. നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും തെറ്റായ വഴിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് മനുഷ്യന്മാർ. ആ ചെയ്തികളിൽ നിന്നും അള്ളാഹുവിനോട് പാപത്തെ തേടുക എന്നതാണ് തൗബ. തൗബ എന്ന് പറയുന്നത് കേവലം അള്ളാഹുവിനോട് പാപം ഒരിക്കൽ മാത്രമല്ല, അതിന് കൃത്യമായ ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ത്വലുബ് മതാബൻ ബിന്നദാമത്തി മുഖലിഅ وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنهاك تقصيرا جرى وتساهلا ഉത്തുലുബ മതാബൻ, നീ തൗബയെ തേടണം, ബിന്നദാമത്തി, ഖേദിച്ച് മടങ്ങൽ കൊണ്ട്, മുഖലിഅൻ, അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കൽ കൊണ്ട്, വബി അസ്മി തർക്കി ദംബി, ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന തീരുമാനത്തോടുകൂടെ, ഫീ മസ്തഖ്ബല, വരും ഭാവിയിൽ. ശരിക്കും ഈ വരിയിൽ പറയുന്നത് തൗബയുടെ ഷർത്തുകളെ കുറിച്ചാണ്. ഒന്നാമത്തേത്, ചെയ്ത തെറ്റിൽ ഖേദം വേണം എന്നതാണ്. ഖേദം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു തെറ്റു ചെയ്തല്ലോ എന്ന എൻ്റെ ബോധം, ഞാൻ അതിൽ സങ്കടപ്പെടുകയും അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുക. കാക്കത്തോബ ആവരുത് എന്നർത്ഥം. കാക്കയുടെ തൗബ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാക്ക ശവം കൊത്തുന്നു, എന്നിട്ട് അതിൻ്റെ ചുണ്ടുകളെ കൊണ്ട് ഇങ്ങനെ ഒരതും. നമ്മൾ വിചാരിക്കും ഇനി മേലാൽക്ക് കാക്ക ശവം തിന്നൂല എന്ന്. പക്ഷേ അടുത്ത നിമിഷത്തിൽ ഒരു ശവം കണ്ടാൽ പിന്നെയും ആ കാക്ക അത് തിന്നും. എന്നതുപോലെ ഒരു തെറ്റ് ചെയ്തയാൾ അതിൽ ഖേദമുണ്ടെങ്കിൽ പിന്നീട് അത് ചെയ്യാൻ പാടില്ല. അപ്പോഴല്ലേ ഖേദം ഉണ്ടാവുള്ളൂ. ഒരാൾ വാപ്പാനെ തല്ലി, അയാൾക്ക് ഭയങ്കരമായ ഖേദം, അയാൾ വാപ്പാനോട് പൊരുത്തപ്പെടിച്ചു, പിറ്റേന്ന് പിന്നെയും തല്ലേ. അപ്പം അയാൾ ആ ഖേദം എന്താണ്, അയാൾക്കതിൽ സന്തോഷമില്ല, സങ്കടമില്ല, സന്തോഷമാണെന്നല്ലേ മനസ്സിലാവുക. അപ്പം മുത്തുലുബ മതാബൻ ബിൻ നദാമത്തി, തൗബയെ തേടേണ്ടത് ഖേദപ്രകടനത്തോടുകൂടെയാണ്. അതുപോലെ തന്നെ മുഖലി, ആ തെറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കൽ കൊണ്ടാണ്. അത് വേരോടെ പിഴുതെടുത്ത് മാറി നിൽക്കണം. ഇനി ആ തെറ്റ് നമ്മൾ ചെയ്യാനേ പാടില്ല. കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, നുണ പറയും, കുറച്ചൊക്കെ നുണ പറയും, അത് പറ്റില്ല. പൂർണ്ണമായും ആ തെറ്റിൽ നിന്നും മാറി നിൽക്കണം. അതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത് എന്താ? വബി അസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബല, വരും ഭാവിയിൽ ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന വലിയ ഒരു പ്രതിജ്ഞ എടുക്കണം. ആ ഒരു പ്രതിജ്ഞയാണ് ശരിക്കും മനുഷ്യനെ തെറ്റിൽ നിന്നും മാറ്റി നിർത്തേണ്ടത്, അല്ലേ? ഇപ്പം ഞാൻ എല്ലാ നല്ല കാര്യങ്ങളും പ്രതിജ്ഞയെ കൊണ്ടേ മനുഷ്യന് സാധ്യമാവുള്ളൂ. മനുഷ്യൻ്റെ മനസ്സുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാറ്റിൽപ്പെട്ട കപ്പൽ പോലെ ഉലഞ്ഞുലഞ്ഞുകൊണ്ടേയിരിക്കും.
അപ്പം അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കൂടാ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഉസ്താദൊക്കെ പറയുന്നത് ഉസ്താദിൻ്റെ 7ാമത്തെ വയസ്സിലെടുത്ത തീരുമാനമാണ് മറ്റൊരാളുടേത് അപഹരിക്കില്ല, കളവ് പറയൂല, വീടി വലിക്കില്ല. അന്നൊക്കെ എല്ലാവരും വീടി വലിക്കുന്ന കാലം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടക്കാത്തതായ ഒന്നുമില്ല. ഉമ്മത്തു ബിജാലി തഹദിമുൽ ജിബാൽ എന്നല്ലേ, ഈ പർവ്വതങ്ങളെയൊക്കെ പൊളിച്ച് അവിടെ ബിൽഡിങ്ങും സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരല്ലേ. അതൊക്കെ പേടിച്ചാൽ കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അതിവിശാലമാണ്, അതിശക്തമാണ്. നമ്മൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടത്തും. അപ്പോൾ ഇനി ഭാവിയിൽ ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയാണ് അടുത്ത ഷർത്ത്. അതുപോലെ തന്നെ വബറാഅത്തും മിൻ കുല്ലി ഹഖിൽ ആദമി, 4ാമത്തെ ഷർത്താണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളിൽ നിന്നും മോചനം വേണം. എല്ലാ ഇടപാടുകളിൽ നിന്നും. ഇപ്പം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇടപാട് അള്ളാഹിനോട് വെച്ചാൽ മതി. അതേസമയം ഒരാൾക്ക് 10,000 കടം കൊടുക്കാനുണ്ട്. പടച്ചവനോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല, 10,000 കൊടുക്കുക വേണ്ട. ഒരാളോട് നമ്മൾ കച്ചറ കൂടുകയും അടിപിടി കൂടുകയും അയാളുടെ ഇഷ്ടക്കേട് നമ്മൾ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളോട് പൊരുത്തം ചോദിക്കണം, പടച്ചവനോട് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏഷണി പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും കുറ്റം പറഞ്ഞതും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കണം, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെനിക്ക് പുറത്തു തരണം എന്ന് നേരിട്ട് പറയണം. അത് വലിയൊരു കടമ്പയാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാതരം സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപാടുകളിൽ നിന്നും മാറി നിന്നാൽ മാത്രമേ അത് ശരിയാവുള്ളൂ.